കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മിയാമി യൂണിവേഴ്സിറ്റിയിലാണ്. കാലിഫോർണിയയിലേക്ക് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ശ്രമിച്ചിരുന്നു. പിന്നെ വീഡിയോ ചാറ്റിലൂടെ കുറേ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന 2 പുസ്തകത്തിൽ നമ്മുടെ സോളിന് 6 ലെവലുണ്ട് എന്ന് വിവരിക്കുകയുണ്ടായി. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ധാരാളം തിന്മകളും കുറച്ച് നന്മകളും ചെയ്തവര്. ലെവൽ 2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ നന്മകൾ ചെയ്തവര്. ലെവൽ 3 കുറെ കൂടി കൂടുതൽ നന്മകൾ ചെയ്തവര്. ലെവൽ 6 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നന്മകൾ മാത്രം ചെയ്തവര്. ലെവൽ 6. അത് ബ്രയൻ എൽ വൈസിന്റെ ശരിക്കും കാതറിൻ എന്ന പെൺകുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട് വിവരിച്ച പുസ്തകത്തിലുള്ള വരികളാണ്. ആ പുസ്തകം പയ്യാൻ്റെ കമ്പനിയിൽ കിട്ടും, ഹിഗിൻ ബോധംസിൽ കിട്ടും, റെയിൽവേ സ്റ്റേഷനുകളിൽ കിട്ടും. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ DC ബുക്സിലും കിട്ടും. എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ 6ാമത്തെ ലെവൽ കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു, വ്യക്തിയുടെ ആത്മാവ് പ്രപഞ്ചത്തിൻ്റെ ആത്മാവുമായിട്ട് ഇഴുകിച്ചേരുന്നു. ഇൻഡിവിജ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ഇത് പ്യുവർലി സയന്റിഫിക്കാണ്. ഇത് നമ്മുടെ പൂർവീകര് സന്ധ്യാനാമത്തിൽ പറഞ്ഞിരിക്കുന്ന വരിയാണ്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ, വഴിയിൽ നേർവഴി അരുളേണം നാഥ, തിരുവൈക്കം വാഴും ശിവശംഭോ. വഴിയിൽ നേർവഴി അരുളേണം നാഥ, തിരുവൈക്കം വാഴുന്ന ശിവശംഭോ. ഹാദിയ ചോദിച്ചിരുന്നു വൈക്കത്തപ്പൻ എന്ത് തന്നു എന്ന്. ഇത് തന്നെയാ തന്നത്. ആ തിരുവൈക്കം വാഴുന്ന ശിവ, മഹാദേവ, ശിവശങ്കര നേർവഴി കാണിക്കണം. എന്തിനറിയോ? ഈ 6 പടിയുണ്ട്. ബ്രയൻ എൽ വൈസ് പറഞ്ഞ 6 പടിയിൽ 1ാമത്തെ പടിയിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഒത്തിരി നെഗറ്റീവുകൾ ചെയ്ത ആളാണ്, തിന്മകൾ ചെയ്ത ആളാണ്. ആ തിന്മകൾ കുറച്ച് നന്മകൾ കൂട്ടുമ്പോൾ 2ലേക്ക് എത്തും. വീണ്ടും നന്മകൾ കൂട്ടുമ്പോൾ 3ലേക്ക് എത്തും. വൈക്കത്തപ്പ വീണ്ടും നന്മകൾ കൂട്ടുമ്പോൾ 4ലെത്തും. വീണ്ടും നന്മകൾ കൂട്ടുമ്പോൾ 5ലും 6ലും എത്തും. അപ്പോൾ ശങ്കരാചാര്യരെ പോലെയും വിവേകാനന്ദനെ പോലെയും രാമകൃഷ്ണ പരമഹംസരെ പോലെയും രമണ മഹർഷിയെ പോലെയും അരവിന്ദ മഹർഷിയെ പോലെയൊക്കെ മാധ്വാചാര്യരെ പോലെയും നാരായണ ഗുരുദേവനെ പോലെയും ചട്ടമ്പി സ്വാമികളെ പോലെയും അയ്യങ്കാളിയെ പോലെയൊക്കെ 6ാമത്തെ ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ പിന്നെ ഇൻഡിവിജ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ പാരമാർത്ഥിക മോക്ഷം കിട്ടും. ആ പാരമാർത്ഥിക മോക്ഷം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല. അപ്പൊ അതിനെ നമ്മളൊരു ശ്ലോകത്തിലൂടെ എങ്ങനെ പറഞ്ഞു നോക്കാം. ഇതാരാണ് വൈക്കത്തപ്പൻ്റെ ഈ കീർത്തനം ആരാണെന്ന് എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ എഴുതുക, യൂട്യൂബിൻ്റെ ചുവട്ടിൽ എഴുതുക. അപ്പൊ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ 1, 2, 3, 4, 5, 6 പടി കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ജീവാത്മാവ് പരമാത്മാവിനെ കാണുകയാണ്. അപ്പൊ ശിവനെ കാണാകും, പരമമായ സത്യത്തെ കാണാൻ സാധിക്കുന്നു 6 പടി കഴിയുമ്പോൾ. പിന്നെ തിരിച്ചിറങ്ങണ്ട, അവിടെ തന്നെയാ. പിന്നെ വേറൊന്നും കൂടി അർത്ഥമുണ്ട്. 6 പടി കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയപ്പോൾ ഞാൻ തന്നെയാണ് ശിവൻ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ശിവോഹം ശിവോഹം ശിവോഹം, ഞാൻ തന്നെയാ ശിവൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഒരു വരിയുടെ അർത്ഥവ്യാപ്തി നിങ്ങൾ ഈ സന്ധ്യാ സന്ദേശത്തിൽ 2019 മാർച്ച് മാസം 14-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്ക് തരുന്ന സന്ദേശത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രണാമം, നമസ്കാരം.